സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുതിവിടുന്ന കത്താണ്. അവൻ എഴുതി അവൻ്റെ കത്ത്, ആ കത്തിൻ്റെ ഉള്ളടക്കം അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: മിൻ മുസൈലിമത റസൂലില്ല ഇലാ മുഹമ്മദിൻ റസൂലില്ല. അള്ളാഹുവിൻ്റെ റസൂലാകുന്ന മുസൈലിമയിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂലാകുന്ന മുഹമ്മദിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസൈലിമ എഴുതിയ കത്താണ്. എന്താ? സലാമുൻ അലൈക്. അതിൽ സലാം പറഞ്ഞു. അമ്മാ ബഅദ് ഫഇന്നി ഖദ് ഉശ്രിക്തു ഫിൽ അംരി മഅക്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ രണ്ടുപേരും ഒരു കാര്യത്തിൽ ഷെയർ ആയിട്ടുണ്ട്. അതായത് നീയും റസൂലാണ്, ഞാനും റസൂലാണ്, നമ്മൾ രണ്ടാളും ഷെയർ ആയിട്ടുണ്ട്. وَإِنَّ لَنَا نِصْفُ الْأَرْضِ وَلِقُرَيْشٍ نِصْفُ الْأَرْضِ وَلَكِنَّ قُرَيْشًا قَوْمٌ يَعْتَدُونَ. അതുകൊണ്ട് എനിക്ക് കുറച്ച് ഭൂമിയിൽ കുറച്ച് സ്ഥലത്ത് എനിക്ക് ആധിപത്യം, അതുപോലെ ഖുറൈശിയാകുന്ന അങ്ങയുടെ കുടുംബത്തിനും ഖുറൈശികൾക്കും കുറച്ച് ഭൂമിയുടെ പകുതി ഭാഗം. പക്ഷേ പല ഖുറൈശികളും ഇത് മനസ്സിലാക്കുന്നില്ല, അവർ അതിക്രമം ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുസൈലിമത്തുൽ കദ്ദാബ് കത്തെഴുതുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസൈലിമക്ക് തിരിച്ച് കത്തെഴുതി: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദിർ റസൂലില്ലാഹ് ഇലാ മുസൈലിമത്തുൽ കദ്ദാബ്. ബിസ്മി എഴുതിയിട്ട് റസൂൽ എന്ന് പറഞ്ഞു. ഫ്രം മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂലാകുന്ന റസൂൽ മുഹമ്മദ് നബി എഴുതുകയാണ്. പച്ചക്കള്ളനായ മുസൈലിം കത്തെഴുതുകയാണ്: അസ്സലാമു അലാ മനിത്തബഅൽ ഹുദാ. സന്മാർഗം പിൻപറ്റിയവർക്ക് രക്ഷയുണ്ട് എന്നാണ് സലാം. അസ്സലാമു അലാ മനിത്തബഅൽ ഹുദാ അമ്മാ ബഅദ്. എന്നിട്ട് എഴുതി: ഫഇന്നൽ അർള ലില്ലാഹ്. നീ ഭൂമിയെ രണ്ടായി തിരിച്ചിരുന്നല്ലോ, പകുതി ഖുറൈശികൾക്കും പകുതി നിനക്കുമല്ലേ നീ എടുത്തത്. എന്നാൽ ഭൂമി അള്ളാഹുവിനുള്ളതാണ്. യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദി വൽ ആഖിബതു ലിൽ മുത്തഖീൻ. അങ്ങനെ വീതം വെച്ചെടുക്കാൻ നിനക്ക് തറവാട് സ്വത്തായിട്ട് കിട്ടിയതൊന്നുമല്ല, ഇത് അള്ളാഹുവിൻ്റെ ഭൂമിയാണ്. പടച്ചോൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഭൂമിയുടെ അവകാശം കൊടുക്കും. പിന്നൊരു കാര്യം, വൽ ആഖിബതു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം മുത്തഖീങ്ങൾക്ക് മാത്രമാണ് എന്നാണ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കത്ത് മറുപടിയായിട്ട് എഴുതിയത്. എന്നിട്ട് ഹബീബ് ഇബ്നു സയ്യിദിനെ വിളിച്ചു. ഈ കത്ത് മുസൈലിമക്ക് കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ കത്ത് വേഗം ഹബീബ് ഇബ്നു സയ്യിദ് വാങ്ങി. ആ കത്തുമായി റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങിയിട്ട് 1000-ലേറെ കിലോമീറ്റർ ദൂരമുണ്ട് മുസൈലിമ നിൽക്കുന്ന നജ്ദിലെ യമാമ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആ കത്തുമായിട്ട് പോവുകയാണ് ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ മുസൈലിമയുടെ അടുക്കലേക്ക് എത്തി. അങ്ങനെ മുസൈലിമത്തുൽ കദ്ദാബിന്റെ അടുക്കലേക്ക് കയറി ചെന്നപ്പോൾ, കത്തുമായി ചെന്നപ്പോൾ ആ കത്ത് വാങ്ങി. മുസൈലിമ കത്തിങ്ങനെ വായിച്ചവൻ ദേഷ്യം പിടിച്ചു. റസൂലുള്ളാഹിന്റെ കത്ത് വായിച്ച് ദേഷ്യം പിടിച്ചു. എന്നിട്ട് തൻ്റെ ആളുകളെയെല്ലാം വിളിച്ചുകൂട്ടി. അവരെല്ലാവരെയും വിളിച്ചുകൂട്ടിയിട്ട് ഹബീബ് ഇബ്നു സയ്യിദിനെ നടുവിൽ നിർത്തുകയാണ്. ആളുകളൊക്കെ ചുറ്റിലുണ്ട്. നടുവിൽ നിർത്തിയിട്ട് ഹബീബ് ഇബ്നു സയ്യിദിനോട് ചോദിക്കുകയാണ്, മുസൈലിമത്തുൽ കദ്ദാബ് ചോദിക്കുകയാണ്, നീ എവിടെ നിന്നാണ്? ഹുവ മിൻ റസൂലില്ലാ, അള്ളാഹുവിൻ്റെ റസൂലാകുന്ന മുഹമ്മദിൻ്റെ അടുക്കൽ നിന്നാണ് ഞാൻ വരുന്നത്. ചോദിച്ചു: അതശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂലാണ് മുഹമ്മദ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഹബീബ് ഇബ്നു സയ്യിദ് മറുപടി പറഞ്ഞു: ഞാൻ ഞാൻ വിശ്വസിക്കുന്നു. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉടനെ അവൻ ചോദിച്ചു: വതശ്ഹദു അന്നി റസൂലുള്ളാഹ്, ഞാനാണ് അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാനും അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ ഹബീബ് ഇബ്നു സയ്യിദ് ഇങ്ങനെ കേൾക്കാത്ത പോലെ, എന്ത് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ, ചെവിയിലെന്തോ ബധിരത ബാധിച്ചതുപോലെ, കേൾക്കാത്തതുപോലെ അഭിനയിച്ചുകൊണ്ട് കളിയാക്കിയിട്ട് ഹബീബ് ഇബ്നു സയ്യിദ് മറുപടി പറഞ്ഞു. മുസൈലിമത്തുൽ കദ്ദാബ് ആവർത്തിച്ച് ചോദിച്ചു: ഞാൻ നബിയാണ് എന്ന കാര്യം നീ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോഴൊക്കെയും ഇത് കേൾക്കാത്തതുപോലെ ഇതേപോലെ മറുപടി. എന്ത് മനസ്സിലായില്ല, കേൾക്കുന്നില്ല എന്ന രീതിയിൽ ബഹുമാനപ്പെട്ട ഹബീബ് ഇബ്നു സയ്യിദ് മറുപടി പറഞ്ഞു. മുസൈലിമക്ക് അങ്ങ് ദേഷ്യം പിടിച്ചു. തൻ്റെ അടുത്തുള്ള വാള് കൊണ്ട് പെരുമാറുന്നയാളെ വിളിച്ചു. എന്നിട്ട് ബഹുമാനപ്പെട്ട ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിൽ കുത്താൻ പറഞ്ഞു. വാള് കൊണ്ട് കുത്താൻ പറഞ്ഞു. ഹബീബ് ഇബ്നു സയ്യിദിൻ്റെ വാള് കൊണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരുന്നു. അപ്പോഴൊക്കെയും ചോദ്യം ആവർത്തിക്കുന്നുണ്ട്: ഞാൻ അല്ലാഹുവിൻ്റെ റസൂലാണ് എന്ന കാര്യം നീ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോഴൊക്കെ മൂപ്പരുടെ മറുപടി തന്നെ, ഈ അഭിനയം തന്നെ. ഒരു മറുപടിയിൽ ഒരൊറ്റ മറുപടിയാണ്, ഇതല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല.
ഇത് കണ്ടപ്പോൾ പിന്നെയും മുസൈലിമത്തുൽ കദ്ദാബിന് ദേഷ്യം അധികരിച്ചു. മുസൈലിമ വീണ്ടും ആ വാളെടുത്തവനോട് അവന്റെ വായ തുറക്കാൻ പറഞ്ഞു. ഹബീബിന്റെ വായ തുറക്കാൻ പറഞ്ഞു. വായ തുറന്നു പിടിച്ചു. എന്നിട്ട് മുസൈലിമത്തുൽ കദ്ദാബ് പറഞ്ഞവന്റെ നാവ് മുറിക്കാൻ പറഞ്ഞു. സൈന്യം മുഴുവനും അവനെ ഹബീബ് സൈന്യം പിടിച്ചു വെച്ചു. വായ് തുറന്ന് ആ നാവ് മുറിച്ചെടുത്തിട്ട് അല്ലാഹുവ ദിക്ർ പറഞ്ഞിരുന്ന, റസൂലുള്ളാഹിനെ വല്ലാതെ സ്നേഹിച്ചിരുന്ന ബഹുമാനപ്പെട്ട ഹബീബ് സയ്യിദ് റളിയല്ലാഹു അൻഹു നാവ് മുറിക്കുകയാണ്. എന്നിട്ട് വീണ്ടും മുസൈലിമയുടെയും കൂട്ടാളികളുടെയും മുമ്പിൽ നിർത്തിയിട്ട് ചോദിക്കുകയാണ്. ആ നാക്കിങ്ങനെ പിടിച്ചിട്ട് ചോദിക്കുകയാണ്, അല്ല, എന്നെ നീ വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? അതശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണെന്ന കാര്യം ഇനി നീ വിശ്വസിക്കുന്നുണ്ടോ? നാവ് കൊണ്ട് സംസാരിക്കാൻ നാവില്ലല്ലോ. ഹബീബ് റളിയല്ലാഹു അൻഹു തലയിങ്ങനെ ആട്ടിയിട്ട് പറഞ്ഞു, നഅം, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ്. തലയാട്ടിയിട്ട് പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന കാര്യം നീ വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം തലയാട്ടിയിട്ട് പറഞ്ഞു, ലാ, ഞാൻ വിശ്വസിക്കുന്നില്ല, വിശ്വാസം കൈവിടാൻ തയ്യാറല്ല. മുസൈലിമത്തുൽ കദ്ദാബ് ഈ ഹബീബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈമുറിക്കാൻ വേണ്ടി വാളെടുത്തവനോട് പറയുകയാണ്, കൈമുറിക്കുകയാണ്. പിന്നെയും ചോദിക്കുകയാണ്, ചോദ്യം ആവർത്തിക്കുകയാണ്. അപ്പോഴൊക്കെയും പറഞ്ഞില്ല, ഞാൻ വിശ്വസിക്കാൻ തയ്യാറല്ല. കാല് മുറിക്കുകയാണ്, തൻ്റെ മൂക്ക് ചെത്തുകയാണ്, തൻ്റെ ചെവികൾ ചെത്തുകയാണ്. ഓരോ അവയവങ്ങൾ പീസാക്കി മുറിച്ചെടുത്തിട്ട് അവയവങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു മനുഷ്യനോട് ജീവനോടെ കൊല്ലുമ്പോഴും ഹബീബ് സയ്യിദിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മുഹമ്മദ് റസൂലാണെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ? ഞാനും അല്ലാഹു റസൂലാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. മറുപടി ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. മുസൈലിമത്തുൽ കദ്ദാബ് ചോദ്യം ആവർത്തിക്കുന്നു. ഹബീബ് സയ്യിദ് റളിയല്ലാഹു അൻഹു മറുപടി നേരത്തെ പറഞ്ഞ അതേ മറുപടി ആവർത്തിക്കുകയാണ്. ഒരു മാറ്റവുമില്ല. അള്ളാഹുവിൻ്റെ പരീക്ഷണം, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിൽ അടിയുറച്ചെന്ന കാരണത്താൽ സഹിക്കേണ്ടി വരുന്ന ഈ വിഷമങ്ങളൊന്നും സഹിക്കാൻ ഹബീബ് സയ്യിദ് റളിയല്ലാഹു അൻഹുവിന് യാതൊരു മടിയും ഉണ്ടായില്ല. ഓരോ പാപവും മുറിക്കപ്പെട്ട് അങ്ങനെ രക്തം വാർന്നൊലിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി ഷഹീദാവുകയാണ് സയ്യിദുനാ ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു. അള്ളാഹുവിൻ്റെ റസൂൽ പിന്നീട് വിവരം അറിയുന്നുണ്ട്. റസൂലുള്ളാഹിക്ക് വല്ലാതെ ദേഷ്യം പിടിച്ചു എന്നാണ്. മുസൈലിമത്തുൽ കദ്ദാബ് കാട്ടിക്കൂട്ടിയ ഈ തോന്നിവാസങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാതെ ദേഷ്യം പിടിച്ചു എന്ന് മാത്രമല്ല, അവൻ അങ്ങനെ വിട്ടേക്കാൻ പാടില്ല, അവനെ ഒതുക്കിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് സൈന്യത്തെ ഒരുക്കുകയാണ് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് മുസൈലിമത്തുൽ കദ്ദാബിനെതിരെയുള്ള ശക്തമായ പോരാട്ടമൊക്കെ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷമാണ് നടക്കുന്നത്. എന്നിരുന്നാലും പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഏത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നപ്പോഴും തൻ്റെ ശരീരത്തിലെ ഓരോ പാർട്ടുകളും കഷ്ണമായി മുറിക്കപ്പെടുന്നുവെന്ന് കണ്ടപ്പോഴും അപ്പോഴൊക്കെ വിശ്വാസം മാറ്റി പറഞ്ഞാൽ ഒരു പക്ഷെ രക്ഷപ്പെടാൻ കഴിയും. എന്നാലും എനിക്ക് വേണ്ട, എനിക്കെൻ്റെ റസൂൽ, എൻ്റെ വിശ്വാസം, എൻ്റെ ഈമാൻ എന്നുറപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചുന്ന മഹാനായ ഹബീബ് സയ്യിദിനെ പോലെയുള്ള മഹാന്മാരും നമ്മൾ ഇന്ന് ഫലസ്തീനിൽ കാണുന്ന രംഗവും തന്നെയല്ലേ. എന്തേ അവർ ചെയ്ത പാതകം, അവർ ചെയ്ത തെറ്റെന്താണ്? ഇല്ലാ അൻ യഖൂലൂ റബ്ബുനല്ലാഹ്. മിനിയാന്ന് 400 ചില്ലറ ആളുകൾ മരിച്ചു. അതിൽ 183 കുട്ടികളാണ്. ഈ ജൂത സൈനിസ്റ്റുകളുടെ പഴയ സ്വഭാവം തന്നെയാണ് കുട്ടികളെ കൊല്ലുക. കുട്ടികളാണല്ലോ വലുതായിട്ട് വലിയ ആളുകളായിട്ട് വരേണ്ടത്. ഫിർഔന്റെ കാലം തൊട്ട് അന്നവൻ ആ സ്വപ്നം കണ്ടപ്പോൾ, ഇങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ജ്യോത്സ്യൻ എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഫിർഔൻ കൊടുത്ത ഉത്തരവ്, ഈ നാട്ടിൽ ഇനി ഒരു ആൺകുട്ടി ജനിക്കണ്ടാണ്, ഏതെങ്കിലും ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നുണ്ടാൽ കൊന്നുകളയാൻ. പാഠമുണ്ട് നമുക്ക്. ആ സമയത്താണ് മൂസാ നബിയുടെ മാതാവ് മൂസാ നബിയെ പ്രസവിക്കുന്നത്. അള്ളാഹു ഒരു കാര്യം നടപ്പാക്കണം തീരുമാനിച്ചാൽ അത് ഏത് പ്രതികൂല സാഹചര്യത്തിലും അള്ളാഹു നടക്കുമല്ലോ. ആയിരക്കണക്കിന് ഫിർഔൻ കൽപ്പിച്ചിരിക്കുന്ന ഉത്തരവിട്ടിരിക്കുന്ന ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരക്കണക്കിന് ആൺമക്കളെ കൊന്നുകളഞ്ഞു. പക്ഷെ അതേ സമയത്താണ് ഉമ്മ മൂസ അലൈഹിസ്സലാം മൂസാ നബിയെ പ്രസവിക്കുന്നത്. അള്ളാഹ്ക്ക് തീരുമാനം, മൂസാ നബി ഈ സമയത്ത് ജനിക്കണം, മൂസാ നബി അവർക്കിടയിൽ വളരണം. ചെറിയ വീട്ടിൽ ജനിച്ച മൂസ അങ്ങനെ ജീവിക്കേണ്ടയാളല്ല, മൂസ കൊട്ടാരത്തിൽ ജീവിക്കണമെന്ന് തീരുമാനിച്ചു. അള്ളാഹ് സാഹചര്യം ഉണ്ടാക്കിയില്ലേ?
അന്ന് മുതൽ ആരംഭിച്ചിരിക്കുന്ന ഈ ജൂതന്മാരുടെ പരിശുദ്ധ ഇസ്ലാമിനോടുള്ള ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന സ്വഭാവം ആലോചിച്ച് നോക്കൂ. എന്തൊരു രംഗമാണ് ഫലസ്തീനെ കാണുന്നത്. അല്ലാഹുവേ, പടച്ചവനെ, കണ്ടു നിൽക്കാനുള്ള ശക്തി പോലും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. റബ്ബേ, അവിടെ നീ സലാമത്ത് കൊണ്ടുവരണം റഹ്മാനെ, നീ സലാമത്ത് കൊണ്ടുവരണം റഹ്മാനെ. മരിച്ചവർക്ക് മുഴുവനും ഷഹാദത്തിന്റെ കൂലി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, മുറിപ്പെട്ട് അപകടപ്പെട്ടുകൊണ്ട് കഴിയുന്നവർക്ക് നീ രക്ഷ കൊടുക്കണം അല്ലാഹ്. അവരുടെ ഈമാൻ ഇനിയും നീ ശക്തിപ്പെടുത്തണം റഹ്മാനെ. ഈമാന്റെ മുമ്പിൽ സർവ്വ ജൂത പിശാചുക്കളും തോറ്റമ്പിപ്പോകുന്ന അവസ്ഥ നീ ഉണ്ടാക്കണം റബ്ബേ. അത് ലോകത്തിന് നീ പാഠമാക്കണം അല്ലാഹ്. ഇവർക്കെതിരെ, ഈ ജൂതന്മാർക്കെതിരെ മുസ്ലിം ഉമ്മത്ത് ഒന്നിക്കുന്ന ഒരു സമയമുണ്ട്. ഒരൊറ്റ ഒന്നിനെയും ബാക്കി വെക്കാതെ കൊന്നുകളയുന്ന ഒരു സമയം അല്ലേ? ഖിയാമത്ത് നാളിന് മുമ്പുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ പരിശുദ്ധ റസൂലിന്റെ വാക്കാണ്. പുലരുമെന്ന കാര്യം ഉറപ്പാണ്. അവരൊരൊറ്റ എണ്ണം പോലും ഈ ഭൂമിയിൽ ബാക്കിയാകാതെ അവർ മുഴുവനും കൊന്നെടുക്കപ്പെടുന്ന, കാരണം ഈ ക്രൂരകൃത്യങ്ങൾക്ക് മുന്നിൽ ഇസ്രയേല്യർ പോലും, ഇസ്രയേൽ രാജ്യത്ത് പോലും ശക്തമായ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കിടയിൽ പോലും ആഭ്യന്തരമായി പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അള്ളാഹു അവരെ എല്ലാ നിലക്കും നിർവീര്യമാക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ നമ്മൾ വിചാരിക്കുന്നു നമ്മൾ സ്വൈര്യമായി ജീവിക്കുകയാണെന്ന്, പക്ഷേ പലതും പഠിപ്പുരയിലാണ്. എങ്ങനെയൊക്കെ ഉമ്മത്തിൻ്റെ നിഷ്കാസനം സാധ്യമാണോ അതൊക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിയമങ്ങളിലൂടെ നിയമങ്ങളുണ്ടാക്കി, നിയമങ്ങളെ മാറ്റിമറിച്ച് ഇവിടെയും നിഷ്കാസനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു തെളിവാണ് വഖഫ് ബോർഡിൻ്റെ ബില്ല്, വഖഫ് ബില്ല്. എന്തേ, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ വഖഫ് ബോർഡിൻ്റേതായി അല്ലെങ്കിൽ വഖഫിൻ്റേതായിട്ടുണ്ട്. ഓരോ വിശ്വാസികളായ സമൂഹം, ആണ് പെണ്ണ്, പള്ളികൾക്ക് വേണ്ടി, ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്തിരിക്കുന്ന സ്വത്തുക്കൾ ഇനി വഖഫ് മുതലില്ലെന്ന് വന്ന് അതൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. ഇതൊക്കെ എല്ലായിടങ്ങളിൽ നിന്നും പാസ്സാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ വന്നാൽ കോടിക്കണക്കിന് രൂപയുടെ വഖഫ് സ്വത്തുക്കൾ ഇവിടെ അന്യാധീനപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതുവഴി ഉമ്മത്തിന്റെ ക്ഷയം, ഉമ്മത്ത് മുസ്ലിമയുടെ നാശം ആഗ്രഹിക്കുകയാണ് നാട് ഭരിക്കുന്ന ആളുകൾ. നിയമത്തിന്റെ മറവിൽ അതിനുവേണ്ടിയുള്ള നിയമങ്ങൾ പടച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ റബ്ബിനോട് പറയണം, അള്ളാഹുവോട് പറയണം, റബ്ബിനോട് സങ്കടപ്പെട്ട് പറയണം. പരിശുദ്ധ റമദാന്റെ അവസാന സമയങ്ങളാണ്. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും കേൾക്കാതിരിക്കില്ല. അള്ളാഹു പ്രതിവിധി ഉണ്ടാക്കും അല്ലേ? അബ്ദുൽ മുത്തലിബ് അബ്രഹത്തും കൂട്ടരും പരിശുദ്ധ കഅബ പൊളിക്കാൻ വേണ്ടി വരുന്ന രംഗുണ്ട്. ആന സമൂഹത്തെയും കൊണ്ട് വരുമ്പോൾ അവസാനം അബ്ദുൽ മുത്തലിബ് കഅബയുടെ കില്ല പിടിച്ചിട്ട് പറയുന്നുണ്ട്, അല്ലാഹ്, ഈ കഅബ നിന്റെ വീടാണ്, ഞങ്ങൾ ഈ വീടിനെ സംരക്ഷിക്കേണ്ടവരാണ്, ഈ വീട്ടിനാവശ്യമായിരിക്കുന്ന സേവനങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ അബ്രഹത്തും കൂട്ടാളികളും അതിശക്തമായ ആനപ്പടയെയും കൊണ്ടുവരുമ്പോൾ അവർക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് റബ്ബേ, നിന്റെ വീട്ടിൻ്റെ സംരക്ഷണം ഞങ്ങൾ നിന്നെ തന്നെ ഏൽപ്പിക്കുകയാണ്, ഞങ്ങളെ കൊണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടവർ പിന്മാറുന്ന രംഗമുണ്ട്. അള്ളാഹു എങ്ങനെ ആ ആനപ്പടയെ കൈകാര്യം ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. അള്ളാഹ്ക്ക് ഇതൊന്നൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നമ്മളതിന് തരപ്പെട്ടവരായി മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുതന്നെയാണ് വഖഫ്, പരിശുദ്ധമായ ബദറിൻ്റെ രംഗം നമ്മളോട് പറയുന്ന സന്ദേശം അതാണ്. നമ്മളതിന് ഈമാൻ കൊണ്ട് തരപ്പെട്ടവരാവുക. അള്ളാഹു നമ്മളോടെന്ത് പറഞ്ഞിരിക്കുന്നുവോ ആ കാര്യങ്ങളെ ചെയ്യുന്നവരും പ്രവർത്തിക്കുന്നവരുമായി നമ്മൾ മാറുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.